മൂന്നാറിലേക്ക് വരുന്നവരെല്ലാവരുടെയും മനസ്സിന് സന്തോഷം തരുന്ന അതിമനോഹരമായ ഒരു വാട്ടർഫാൾസാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. എന്നാൽ ഞാൻ ചീയപ്പാറ വാട്ടർഫാൾസിനെ കുറിച്ച് പറയാനല്ല നിൽക്കുന്നത്. ഈ ചീയപ്പാറ വാട്ടർഫാൾസ് എവിടുന്ന് ഇത്രയും വെള്ളം വരുന്നത് നമുക്ക് കാണാൻ ആഗ്രഹമില്ല. അത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. ഈ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ ടോപ്പിൽ എന്താണെന്ന് നമുക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ ടോപ്പിൽ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം ഇത്രയും വരുന്നതെന്ന് നമുക്ക് കാണാൻ ആഗ്രഹമുണ്ടാവും. ചീയപ്പാറയുടെ ടോപ്പിലേക്ക് പോകുന്ന എങ്ങനെയാ? നേരെ പോയാൽ മതി. 6 കിലോമീറ്റർ. വേറെ തിരിവൊന്നുമില്ലല്ലോ ഏട്ടാ? ഓക്കെ. ഇത് ചീയപ്പാറ മുകളിലേക്ക് ചെല്ലുന്നു. കെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അതിനകത്തുനിന്ന് ഇറങ്ങരുത്. ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ പിന്നെ തിരിഞ്ഞു പോയി നോക്കേണ്ടി വരത്തില്ല. അതേപോലെ അവിടെ പോയി കിടക്കുന്നുണ്ടാവും. അല്ലടാ, പാറക്കടയിലുണ്ടാവും. അതുകൊണ്ട് ദൈവം തീർത്ത് അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വരിക, ആസ്വദിക്കുക. സൂപ്പറായിട്ട് അതിൻ്റെ വഴികളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നടക്കുമ്പോൾ നോക്കി നടന്നോളണം. കണ്ട, ഫുള്ള് തെന്നലായിരിക്കും. ഇനിയിപ്പോൾ മഴക്കാലം കൂടാൻ പോകല്ല. മഴ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തെന്നലായിരിക്കും. ഫുള്ള് തെന്നലിൻ്റെ സമയത്ത് അതിലൊക്കെ വന്ന് വരുമ്പോൾ നോക്കി വരിക, നടക്കുമ്പോൾ ഒക്കെ സൂക്ഷിച്ച് നടന്നിറങ്ങുക. പക്ഷേ കുറച്ച് മഴയുള്ളപ്പോൾ വന്നാലാണ്, അതായത് കുറച്ച് മഴയുള്ള സമയത്തൊക്കെ വന്നാലാണ് അതിൻ്റേതായൊരു വെള്ളം ഉണ്ടാവുള്ളൂ. എങ്കിലല്ലേ വെള്ളച്ചാട്ടത്തിൽ തീരുള്ളൂ. അപ്പോൾ മഴയുള്ളപ്പോൾ വരട്ടെ. അത് ഓവർ മഴയത്ത് വന്നു കഴിഞ്ഞാൽ തെന്നി വീഴുകയും ചെയ്യും. ഇന്നത്തെ ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. കാരണം അത്യാവശ്യം കുറച്ച് മഴ ഉണ്ടായി, അതങ്ങ് മാറി. വലിയ കുഴപ്പമില്ല. അതെ, കേട്ടോ. ഇതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അവിടെ നിന്ന് ഒലിച്ചിറങ്ങി
താഴത്തോട്ട് വരുന്നതാണ് ചീയപ്പാറ വെള്ളം. അതെ, ഇതേപോലെ സ്ലൈഡിങ് ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ ടോപ്പിൽ വന്നിട്ട് ഇതേപോലെ കൂടുതൽ പിന്നെ എന്താ പറയുക കുളിക്കുന്ന ഏരിയ ഉണ്ട്. പക്ഷെ നല്ലപോലെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മലവെള്ളം വന്നിറങ്ങാം. കാര്യം മഴയത്താണ് ഇത് ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ.